ഇതാണ് നമ്മുടെ കാനനപാതയിലെ ശിവപാർവതി ടെമ്പിൾ, കാളഹസ്തി എന്ന് പറയും. അപ്പം ഈ ഒരു അമ്പലം ശിവപാർവതി അമ്പലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സീറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ഇവിടെ സ്ത്രീകളൊക്കെ വന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. ഇനിയാണ് നമ്മൾ ശരിക്കും കാനനപാതയിൽ കൂടെ പോകണം. ഇത് ശരിക്കും എരുമേലി ടു കാളഹസ്തി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അഴുത കയറ്റം ഇറക്കാം. അങ്ങനെ കാനനപാത സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് കേട്ടോ. ഫോറസ്റ്റ് പാത അഴുത സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. പാരമ്പര്യരഹിത കാനനപാത. അപ്പം നമുക്ക് അയ്യപ്പനെ കാണാൻ ഇതുവഴി പോവാം. പമ്പ 19 കിലോമീറ്ററാണ്. അങ്ങനെ അഴുത ആറിൽ നമ്മൾ എത്തി. വെള്ളം കുറവാണ്. അഴുത നദിയാണ് കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ നോക്കിയാണ് മീനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അഴുതേ കയറി കല്ലെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ നോക്കിയപ്പം മീൻ മാത്രമേ ഉള്ളൂ. ഇതാണ് പെടിക്കൂറ് കേട്ടാ. വെറുതെ കാലുകൊണ്ട് വെച്ചാൽ മതി, കാലൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തരും. വേറെ എവിടെയല്ല, നമ്മളെ അഴുത നദിയിലാണ്. പെടിക്കൂറൊക്കെ ചെയ്യണമെങ്കിൽ 2 കാലിലും വെറുതെ കൊണ്ട് വെച്ചെടുത്താൽ മതി. അടിപൊളിയായിട്ട് പെടിക്കൂറ് ചെയ്ത് തരും. ഇതാണ് അഴുത കയറ്റം കേട്ടോ. അങ്ങനെ നല്ല ഹൈറ്റിൽ കിടക്കുകയാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് കയറും കേട്ടോ. ഇന്നലെ രാത്രി 10 മണിക്ക് ബസ് കയറിയാണ്. 2 മണിക്ക് എരുമേലിയും അതുപോലെ എരുമേലിക്ക് വന്ന് വേട്ടയൊക്കെ തുള്ളിയതിനു ശേഷം നമ്മൾ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം സമയം 10:30 രാവിലെ. അതുപോലെ അഴുതൊക്കെ ആയിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ. നമ്മളെ മുകളിൽ കൂടെ ഒന്ന് വീഴാണെങ്കിൽ ഒന്നും പറ്റില്ല, അത്രയ്ക്കും ചെറുതാണ്. അപ്പോൾ ഗൂയ്സ്, കടനുമാണ്. ശരണമൊക്കെ വിളിച്ച് നമുക്ക് മുകളിലോട്ട് കയറാം. അഴുത കയറ്റുമ്പോൾ ഇത്ര ടാസ്ക് ആണെങ്കിൽ കരിമല കയറ്റം എങ്ങനെ ഇരിക്കും, ഇറക്കം എങ്ങനെ ഇരിക്കും? കയറ്റത്തിനേക്കാൾ ഇറക്കമാണ് പാട്. എൻ്റെ പൊന്നെ. അപ്പം അഴുതയിൽ നിന്ന് നമ്മൾ ചെറിയൊരു കല്ലെടുത്തുകൊണ്ടാണ് മുകളിൽ വരണം. കല്ലടം കുന്നി കൊണ്ട് കല്ലിടണം. അപ്പോൾ കല്ലെടുത്തിട്ടുണ്ട്. നമുക്ക് കല്ലടം കുന്നി കൊണ്ട് കല്ലിടാം. അങ്ങനെ കല്ലടം കുന്ന് എത്തിയാട്ടോ നമ്മൾ. ഞാൻ എടുത്ത കല്ല് ഇതാണ്, ചെറുത്. ഇതാണ് കല്ല് കാണിച്ചാണ്. ഈ വലിയ കല്ലും കൊണ്ടോണം നിൽക്കണം. അടുത്തെന്ന് പറഞ്ഞിട്ട് ചെറിയ കല്ല് മറുത്ത്. അപ്പോൾ നമുക്ക് ഈ കല്ല് അവിടെ വയ്ക്കാം.
അങ്ങനെ ഇവിടെ കല്ലുകൾ ഇട്ടിട്ടാണ് നിറഞ്ഞത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കല്ലണങ്ങെന്ന് പറഞ്ഞ ആൾക്ക്. അപ്പോൾ ചെറിയ കല്ലൊക്കെ എടുത്തുകൊണ്ടെന്ന സീനില്ല, ചിലരൊക്കെ വലിയ കല്ലെടുത്തോണ്ട് വരും. മുക്കുളിൽ 3 മണിക്ക് ക്ലോസിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഓടയാണേ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും വിരിയെടുത്തിരിക്കേണ്ടി വരും. നോനോ അങ്ങനെ കറക്റ്റ് ഇപ്പോൾ സമയം 3 അപ്പോൾ നമ്മൾ അപ്പുറത്ത് കടന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. 3 മണി തൊട്ട് പോസ്റ്റാണ്. നാളെ രാവിലെ വരെ ഓടി വരെയാണ് കണ്ട. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പം പുതിയ നിയമമൊക്കെ ഉണ്ട്. അഴുതയിൽ 2 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ ക്ലോസ് ചെയ്യണവർ അവിടെ സ്റ്റേ ചെയ്യും. 2 മണിക്ക് അഴുതയ്ക്ക് ശേഷം അങ്ങോട്ട് വിടൂല. ഓടയാണ് വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കടന്നു ഗൈസ്. ജോലി വന്നവരൊക്കെ 3 മണിക്കാണ് ക്ലോസിങ് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ കയറി ഇരുന്ന് വേണം. കഷ്ടപ്പെട്ട് വരേണ്ട പയ്യ വന്നാൽ മതി. നമ്മൾ റീച്ചായി. അപ്പം നമ്മൾ ഇന്ന് തന്നെ കരിമലക്കയറ്റം, ഇറക്കം, പമ്പ, സന്നിധാനമൊക്കെ ഇന്ന് തന്നെ എത്തും. ഇതുപോലെ ഒരു ഓഫ് റോഡ് വേറെ എവിടെയും കിട്ടൂല. അഗർസ്യ കൊടുത്ത് വലിയ കിട്ടൂല. ഇവിടെയൊക്കെ പുലിയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നു പറഞ്ഞാണ് നമ്മളെ 3 മണിക്ക് ശേഷം വിടാത്ത കേട്ടാ. 5 മണിക്ക് വരെ ഇവിടെ നിന്നാൽ പുലി വരും. തട്ടല്ലേ പോകൂല. ഇത് അങ്ങനെ കുറച്ചുകൂടെ തന്നെ വിടണോ? എനിക്കുണ്ട്. സമയം മണി 6 മണിയാണ് കേട്ടോ. നമ്മൾ എല്ലാം കടന്നു നിന്നാലും എത്തിച്ചേരേണ്ട സ്ഥലം എത്തിക്കില്ല. ക്ലോസ് ചെയ്ത് നമ്മളാണ് ഏറ്റവും പിറകെ ഉള്ളത്. അപ്പം ഇനി ബാക്കിൽ ആരുമില്ല. അതുപോലെ തന്നെ ആരും വിടയില്ല. സമയത്തിന് വിടയുള്ളൂ. നമ്മളിനി കരിമല റീച്ച് ആവണം. ടാസ്ക്കാണ് ഗൈസ്. അയ്യപ്പ 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 ഗുരുനാഥ അയ്യപ്പ സത്യസ്വരൂപ അയ്യപ്പ സത്യസ്വരൂപ അയ്യപ്പ ബില്ലാളി വീര അയ്യപ്പ ബില്ലാളി വീര അയ്യപ്പ ബില്ലിന് വിരുദ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാപ്പാട്ടപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം ദേവനേ ദേവിയേ ദേവനേ ദേവിയേ ദേവിയേ ദേവനേ ദേവന്മാരെ ദേവിമാരെ ദേവന്മാരെ ദേവിമാരെ ദേവിമാരെ ദേവന്മാരെ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാപ്പാട്ടപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ. ഇതാണ് കരിമല സ്റ്റാർട്ടിങ് കേട്ടോ.
ഇവിടെ നിന്നാണ് കരിമല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇത് കരിമല കയറ്റമാണ് കേട്ടോ. ഇനി ഇറക്കാം, അതാണ്. പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. ഓറഞ്ച്, ആപ്പിൾ എല്ലാം കിട്ടും. പിന്നെ ഇത് കരിമല കയറ്റം കയറി നിൽക്കുകയാണ്. സമയം 8 മണി. കാനന പാതയിൽ കൂടെ പോകുമ്പം ഉള്ളതിൽ ടാസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കരിമല കയറ്റം ഇറക്കും. അതിൽ ഇറക്കമാണ് നമ്മൾ ഇറങ്ങുന്നത്. മഴയൊക്കെ പെയ്താണെങ്കിൽ നല്ല ശില്പം കേട്ടോ. ഇപ്പം മഴയില്ല, എന്നാലും വെള്ളത്തിൻ്റെ അംശമുണ്ട്. പിന്നെ ഒരുപാട് ഡേഞ്ചറസ് സ്ഥലം എന്ന് പറയാൻ കാരണം ഇതാണ്, കരിമല ഇറക്കം. ഇവിടെ വലിയ കുഴപ്പമില്ല, ചിലയിടത്തൊക്കെ കല്ലായിരിക്കും. ശബരിമലയിലെ സ്പാ, ബോഡി മസാജ്. എവിടെ സ്വാമി? ഫ്രീ മസാജ്, ഫ്രീ. തൈലം മാത്രം 50 രൂപ. ഓക്കെ. ഇവിടുത്തെ അന്നദാനം അടിപൊളിയായിരുന്നേ. നല്ല സാമ്പാർ സാധനം, അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ വാങ്ങി ചോദിച്ചത്. ഇതുവരെ നമുക്ക് സ്പോൺസറൊന്നും കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പമ്പ എത്തിയിരിക്കുന്നു ഗൈസ്. പെരിയാർ ടൈഗർ റിസർവ്. അങ്ങനെ ഇതാണ് എരുമേലി റോഡ്. ഈ പാലം കടന്ന പമ്പയാണ് കേട്ടോ. അപ്പം ജനങ്ങളൊക്കെ കൂടുതലായിരിക്കും ഇവിടെ. ഇപ്പോഴത്തെ ആൾക്കാർ കുറവായിരിക്കും എരുമേലി വഴി വരണോണ്ട്. എന്നാൽ ഇവിടെ അടിയിൽ കൂടെ പമ്പ നദി പോകാനാണ് കേട്ടോ. അവിടെയാണ് സാധാരണ പമ്പയിൽ കൂടെ വരണവരും കുളിക്കണയൊക്കെ സ്ഥലം. ഇവിടുത്തെ വെള്ളം അടിപൊളിയാണ്. ഇപ്പോഴത്തെ വെള്ളമാണെന്ന് വെച്ചാൽ വൻ നാശക്കോട്ടയാണ്. ചെന്നൈ. പപ്പടോ? ചപ്പാത്തി தான் சாப்பிடும். எல்லாம் சாப்பிடு. என்ன போட்டாலும் சோறு, சப்பாத்தி. இது என்ன மீன்? வால் மீன். வாழை. പിന്നെ പമ്പ എത്തി. അപ്പോൾ പമ്പയിൽ എല്ലാവരും പൊരിയൊക്കെ ഇടുകയാണ് മീൻ. അപ്പോൾ നമ്മളിൽ പൊരി ഇല്ലാത്തതുകൊണ്ട് കുറേ പിസ്തകളുണ്ട്. പിസ്ത നമ്മൾ പൊട്ടിച്ചിട്ട് പിന്നെ വെള്ളത്തിട്ട് കൊടുക്കുകയാണ്. എന്ത് തിന്നോ ഇല്ലേ നമുക്ക് നോക്കാം. ഓ, പമ്പ നദിയിൽ എല്ലാവരും പൊരിയും കടലേക്ക് ഇടുമ്പം നമ്മൾ ബദാം ഇടുകയാണ് കേട്ടോ. ബദാം അല്ല, സോറി, പിസ്ത ഇട്ട് നോക്കാം. ഓ മൈ ഗോഡ്. ഇത് നമുക്ക് പൊട്ടിച്ചിടാം, ഇനി അതിന് പൊട്ടിക്കാൻ പറ്റില്ല. ഉച്ചയിട് കഴിക്കും. എന്തിട്ടാലും അത് എന്തിങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് ചാവ് കൂടാതെ ഒന്നാ എന്താ ഫുഡ് എന്ന് പറഞ്ഞാണ് എടുക്കണത്. എണ്ണ ഉളകണ്ട.
അങ്ങനെ നമ്മൾ അയ്യപ്പനക്കാണ്ടാണ് വെറും 2.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് തൊഴുന്നത്. ഫ്ലൈ ഓവറിലാണ്. ഇനി 18 മണി ചവിട്ടി ഫ്ലൈ ഓവർ കയറി ഇനി നമ്മൾ മുകളിൽ നിൽക്കുകയാണ്. ഗോൾഡ് ഓഫ് ഫാക്ടറിയാണ് കേട്ടോ, ഗോൾഡിന്റെ ഒരു ഫാക്ടറിയാണ് കാണുന്നത്. ഈ വിഷയത്തിന് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് രാവിലത്തെ തിരക്ക്. വെളുപ്പിലെ 5 മണി. ഇവിടെ ഫുള്ളും തിരക്കാണ്. വിജയണ്ണ മണികെട്ടാണ് കേട്ടാ. നല്ല തിരക്കുണ്ട്. ക്യൂ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ഒരു 6 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. വരേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ കെട്ടും കെട്ടി നൈസായിട്ട് ഇങ്ങനെ വരണം, നേരെ നൂത്ത് പോകണം, എന്നിട്ട് ബാക്ക് വഴി കയറാൻ പറ്റും. അവിടെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ പോലീസ് അടി കയറ്റി വിടും. നമ്മൾ കണ്ട കാഴ്ചയാണ് പറയണത്. അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ വരണവർ, ടീമായിട്ട് വന്നവർക്ക് വരാൻ പറ്റൂല. എന്നാൽ സിംഗിളായിട്ടൊക്കെ വന്നവർക്ക് ഇതുപോലെ കണ്ടല്ലേ കെട്ടും കെട്ടി വയ്യ അഴഞ്ഞോടി പോവാം. ഒന്നും പോലീസുകാരൊന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് ടാസ്ക് ആണ്, എന്നാൽ കയറാൻ പറ്റും. ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ട. ബൈ ബൈ. பணம் இருந்தா இப்படி போலாம்டா. பணம் எல்லாமே இப்படிதான் ஜமக்கணும். நான் எங்க விட்டாலே